പുതുപുത്തൻ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാഞ്ഞാൻ ഹോംസിന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1850 സ്ക്വയർ ഫീറ്റിൽ 3 BHKയിൽ 3.5 സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു വില്ലയുടെ വിശേഷങ്ങളിലാണ് നിങ്ങളെ ഇന്ന് എത്തിക്കുന്നത്. ഏകദേശം 65 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ്. എല്ലാ സൗകര്യങ്ങളും കൂടി 3 BHK ബെഡ്റൂമും കൂടാതെ സ്റ്റഡി റൂമും ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ മനോഹരമായ ഒരു GI ട്യൂബിലുള്ള ഒരു ഗേറ്റ് നൽകിയിരിക്കുന്നു. കൂടാതെ അതിനോട് തൊട്ട് ചേർന്ന് നമുക്ക് ഒരു ഫ്ലോറിങ്ങിന് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ കലപ്പകല്ലിലാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ ഒരു മുറ്റം നിർമ്മിച്ചിട്ടുള്ളത്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഒരു കിണറാണ്. സോ വാട്ടർ ഫെസിലിറ്റി മനോഹരമായ ഒരു കിണറിൽ നിന്ന് ഒരു കിണർ വെള്ളം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അത്യാവശ്യം ഈ ഒരു സൈഡിലേക്ക് എല്ലാം നല്ലൊരു സ്പേസ് നൽകിക്കൊണ്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു വീടിനായി ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ കാർ പോർച്ച് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു കാർ പോർച്ച് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. ഒരു ഇലക്ട്രിക് കാറൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്ലഗ് പോയിന്റും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ഉള്ള ഒരു കാർ പോർച്ച് ഏരിയ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വീടിൻ്റെ അകത്തെ പോർഷനിലേക്ക് പോകുമ്പോൾ ആദ്യമായി ഈ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ്, ഗ്രാനൈറ്റ് കൊണ്ട് ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റ് ഔട്ട് സ്പേസ് ആണ് ഈ വീടിനായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അകത്തെ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മനോഹരമായ വാതിലുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. കടന്നു വരാം നമുക്ക് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ സ്പേസിലേക്ക്. ഇവിടെ ഒരു മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ നൽകിയിട്ടുള്ളത്. മൾട്ടിവുഡ് നിർമ്മിച്ചിരിക്കുന്ന TV യൂണിറ്റ് ഏരിയ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് പോകുന്നു. അതിന് മുമ്പ് ഈ ഒരു ഇവിടെ ഒരു പാനൽ ഡിസൈനും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു എലഗൻറ്റ് സ്റ്റൈലിലാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഞാൻ നൽകുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ്. വാഷ് യൂണിറ്റോട് കൂടിയുള്ള ഒരു വലിയൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിനായി ഒരുക്കിയിട്ടുള്ളത്. വാഷ് ഏരിയ യൂണിറ്റ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. നല്ലൊരു മിനിമൽ ഡിസൈനിലുള്ള ഒരു മനോഹരമായ ഒരു വാഷിംഗ് ഏരിയ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് തൊട്ട് ചേർന്നതിനുള്ള ഒരു ഓപ്പൺ സ്പേസ് കിച്ചൺ ആണ് ഈ വീടിന് ഇവിടെ നൽകിയിട്ടുള്ളത്. നല്ലൊരു മനോഹരമായ ആംബിയൻ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം നല്ല ഉള്ള ഒരു മനോഹരമായ ഒരു കിച്ചൺ ആണ് വീടിനെ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നല്ലൊരു മനോഹരമായ ഡിസൈനിലാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസുകളെല്ലാം നൽകിയിട്ടുള്ളത്. നല്ല ഒരു ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഈ ഒരു സ്പേസ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൂടാതെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നമുക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു വർക്ക് ഏരിയ യൂണിറ്റ് കൂടി ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നൽകിയിട്ടുണ്ട്. കിച്ചണിൻ്റെ ചെറിയൊരു സ്പേസ് കുറവാണെങ്കിൽ പോലും ഇവിടെ നല്ലൊരു സ്പേസ് ഉള്ള ഒരു വർക്ക് ഏരിയ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. കവേർഡായിട്ട് ഷീറ്റ് കൊണ്ട് കവേർഡാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ്. അത്യാവശ്യം ഒരു നല്ലൊരു വലിപ്പത്തിലുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഈ ഒരു ബാക്ക് ഏരിയയിൽ നല്ല സ്പേസ് നൽകിക്കൊണ്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീടിന് ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഈ ഒരു സൈഡിലാണ് ഈ വീടിന്റെ ബെഡ്റൂം ഏരിയ സ്പേസ് വരുന്നത്. അതിവിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. വാർഡ്രോബോട് കൂടി അറ്റാച്ച്ഡ് ബാത്റൂം നൽകിക്കൊണ്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബുകളെല്ലാം നല്ലൊരു വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു UPVC ഷീറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് വരുന്നത്. നല്ലൊരു ഡിസൈനിലുള്ള ഡോറും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസോടും കൂടിയുള്ള ഒരു ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി പരിചയപ്പെടുത്താനുണ്ട്. അത്യാവശ്യം നമുക്കിവിടെ ഒരു ഇൻവെർട്ടറും കാര്യങ്ങളും കൂടാതെ തന്നെ ഇവിടെയും ഒരു ഗ്ലാസ് ഇട്ട സ്റ്റോറേജ് ഏരിയ സ്പേസ് എല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസും കിട്ടുന്നു. ഇവിടെ ഒരു പർഗോള സ്പേസും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഈ ഒരു സ്റ്റെയറിനോട് ചേർന്നുള്ള ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിലേക്ക് വരുമ്പോൾ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലുകൾ വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എലഗൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഹാൻഡ് റെയിലും കാര്യങ്ങളും എല്ലാമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസ് ആണ്. നമുക്ക് ഇവിടെയും ഒരു സ്ക്വയർ ഷേപ്പിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയും ഒരു L ഷേപ്പിലുള്ള ഒരു സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ടേബിളും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. അതിന് തൊട്ട് ചേർന്നതിന് ഒരു പർഗോള സ്പേസും നമുക്ക് ലൈറ്റ് കിടക്കുന്നതിനെല്ലാം ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഈ വീടിൻ്റെ 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്നത്. കൂടാതെ ഒരു സ്റ്റഡി റൂം കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലാണ് ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ അതേ പാറ്റേൺ ആ ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അടുത്തതായി നമുക്ക് ഈ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയും വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്.
സീലിംഗ് വർക്കുകളും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഒരു സ്റ്റഡി റൂം സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റഡി റൂം ആണെങ്കിൽ പോലും ഇവിടെ നമുക്കൊരു വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. കാരണം നമുക്കൊരു വാഷിംഗ് മെഷീനും കാര്യങ്ങളും കൂടി വയ്ക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ്. അത്യാവശ്യം ഒരു റൂമിന്റെ സ്പേസ് തന്നെ ഇവിടെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സ്പേസ് ആണിത്. കൂടാതെ ഇവിടെ തൊട്ട് ചേർന്നതിനായിട്ട് നമുക്ക് പുറത്തേക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഏരിയ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. അവസാനമായി ഇനി ബാൽക്കണി കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസിലുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ ഒരു സ്റ്റീൽ കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈൻ ഈ സൈഡിലും എല്ലാം നല്ലൊരു ഡിസൈൻ നല്ല നൽകിയിരിക്കുന്നു. വളരെ ഒരു എലഗൻറ്റ് സ്റ്റൈലിലാണ് ഈ ഒരു വില്ല മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ആദ്യത്തെ വില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം എല്ലാ ഒരു വില്ലയിലേക്കുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടും. നല്ലൊരു ബ്രീതിങ് സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ബാൽക്കണി ഏരിയ സ്പേസ്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കാക്കനാട് പുക്കാട്ടുപടി എന്ന ലൊക്കേഷനിലാണ്. പുക്കാട്ടുപടി മെയിൻ ടൗണിൽ നിന്നും വെറും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബാവപ്പടി എന്ന ലൊക്കേഷനാണ് ഈ ഒരു വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 1850 സ്ക്വയർ ഫീറ്റിലുള്ള 65 ലക്ഷം രൂപ വിലയുള്ള വില്ലയാണ്. 3.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത്. 3 BHK ബെഡ്റൂം കൂടാതെ ഒരു സ്റ്റഡി റൂമും ഉൾപ്പെടെയാണ് ഈ ഒരു വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 65 ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ വില്ലയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ മോഹൻലാൽ ഹോംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. താങ്ക് യു.